ട്രേഡിംഗ് തുടങ്ങുന്ന 100-90 പേരും എന്തുകൊണ്ടാണ് തോറ്റു പിന്മാറുന്നത്? ഇതൊരു സാധാരണ ചോദ്യമല്ല, അല്ലേ? ഒരേപോലെ തുടങ്ങി, ഒരേ പണം മുടക്കി, ഒരേ സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ മാത്രം വിജയിക്കുന്നു, മറ്റേയാൾ എല്ലാം ഉപേക്ഷിച്ചു പോകുന്നു. ഇതിന്റെ ശരിക്കുള്ള കാരണമെന്താ? ആരും ഇതിനെപ്പറ്റി വലുതായി സംസാരിക്കാറില്ല. അപ്പോ ഇന്ന് നമുക്ക് ആ രഹസ്യം എന്താണെന്ന് നോക്കാം. നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം. 2 ട്രേഡർമാർ. നമുക്കവരെ ട്രേഡർ എ എന്നും ട്രേഡർ ബി എന്നും വിളിക്കാം. രണ്ടുപേരും ട്രേഡിംഗ് ലോകത്തേക്ക് വരുന്നത് ഒരുമിച്ചാണ്. കയ്യിലുള്ള കാശ് ഒന്നുതന്നെ, പഠിച്ചുവെച്ച സ്ട്രാറ്റജിയും സെയിം, ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റും ഒന്ന്. ചുരുക്കി പറഞ്ഞാൽ ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് അവരുടെ യാത്ര തുടങ്ങുന്നത്. പക്ഷേ 1 വർഷം കഴിയുമ്പോൾ ചിത്രം മൊത്തത്തിൽ മാറുന്നു. ട്രേഡർ ബി സ്ഥിരമായി ലാഭമുണ്ടാക്കുന്ന ഒരു പ്രൊഫഷണലായി മാറുന്നു. എന്നാൽ ട്രേഡർ എയോ, അയാൾ ട്രേഡിംഗ് എന്നേക്കുമായി നിർത്തിപ്പോയി. ഒരേപോലെ തുടങ്ങിയവർ എങ്ങനെയാണ് 2 വഴികളിലെത്തിയത്? ഇത് വെറും ഭാഗ്യത്തിന്റെ കളിയാണോ? അതോ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സത്യം പറഞ്ഞാൽ യഥാർത്ഥ കാരണം നമ്മൾ വിചാരിക്കുന്നതിലും വളരെ ആഴത്തിലുള്ള ഒന്നാണ്. ഇങ്ങനെ ഒരു പരാജയം വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചില കാര്യങ്ങളെ പോയി കുറ്റപ്പെടുത്തും. ഈ തെറ്റിദ്ധാരണകൾ നമ്മളെ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ നിങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം. നമുക്കാദ്യം ആ സാധാരണ ഒഴികഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ കേൾക്കുന്ന ന്യായീകരണങ്ങൾ ഇതൊക്കെയാണ്. അയ്യോ, എന്റെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ എന്നെ പറ്റിച്ചു, അതുമല്ലെങ്കിൽ വലിയ കളിക്കാർ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുകയാണ്, നമ്മളെപ്പോലുള്ളവർക്ക് രക്ഷയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നാം. പക്ഷേ 90% പേരും തോൽക്കാനുള്ള യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല. അപ്പോ ഈ പറഞ്ഞതൊന്നുമല്ല കാരണമെങ്കിൽ പിന്നെന്താണ് യഥാർത്ഥ പ്രശ്നം? എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഈ കളിയിൽ നിന്ന് പുറത്തായി പോകുന്നത്? നമുക്കതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തിലേക്ക് കടക്കാം. യഥാർത്ഥ പ്രശ്നം അത് ശരിക്കും പറഞ്ഞാൽ 2 കാര്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയ വിടവാണ്. ആ വിടവ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം, അവിടെയാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടി തുടങ്ങുന്നത്. ഇതാണ് ആ നിർണായകമായ പോയിന്റ്. നമ്മുടെ പ്രതീക്ഷകളും മാർക്കറ്റിന്റെ യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വലിയ അന്തരം. നമ്മൾ ട്രേഡിംഗിലേക്ക് വരുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലക്ഷാധിപതിയാകാം, ജീവിതം സെറ്റാക്കാം എന്നൊക്കെ. പക്ഷെ മാർക്കറ്റിന്റെ യാഥാർത്ഥ്യം അതല്ല, അത് കഠിനമാണ്. ഈ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുന്തോറും നമ്മുടെ നിരാശയും കൂടും. അവസാനം ആ സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ നമ്മൾ നിർത്തിപ്പോകും. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ഒരു ഡോക്ടറാകാൻ എത്ര വർഷം പഠിക്കണം? കുറഞ്ഞത് 5-6 വർഷത്തെ കഠിനാധ്വാനം വേണം. ഒരു എഞ്ചിനീയർക്കോ അതിനും വേണം വർഷങ്ങളുടെ പഠനം. ട്രേഡിംഗും ഇതുപോലെ ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമുള്ളൊരു പ്രൊഫഷനാണ്. അതൊരു ലോട്ടറിയല്ല. പക്ഷെ നമ്മളത് മനസ്സിലാക്കാറില്ല. ഒരു ഡോക്ടറാകാൻ 5 വർഷമെടുക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു പ്രൊഫഷണൽ ട്രേഡറാകാൻ നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന സമയം എത്രയാണ്? വെറും 6 മാസം. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ലക്ഷ്യങ്ങളുണ്ടാക്കാമെന്നില്ല ആ ഒരു യാഥാർത്ഥ്യമില്ലാത്ത പ്രതീക്ഷയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. അപ്പോ ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കാം? സ്ട്രാറ്റജി മാറ്റിയതുകൊണ്ടോ ഇൻഡിക്കേറ്റർ മാറ്റിയതുകൊണ്ടോ കാര്യമില്ല. അതിന്റെ ഉത്തരം ഒരിടത്തു മാത്രമേ ഉള്ളൂ: നമ്മുടെ മൈൻഡ് സെറ്റിൽ. ട്രേഡിംഗിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിലാണ് വിജയവും പരാജയവും ഇരിക്കുന്നത്. ശരിയായ മനോഭാവം വളർത്തിയെടുക്കുന്നിടത്താണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. നമുക്ക് നമ്മുടെ പഴയ 2 ട്രേഡർമാരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചുപോകാം. ട്രേഡർ എയുടെ ലക്ഷ്യം എന്തായിരുന്നു? പെട്ടെന്ന് പണമുണ്ടാക്കണം. അയാളുടെ ശ്രദ്ധ മുഴുവൻ ഓരോ ദിവസത്തെയും ലാഭത്തിലും നഷ്ടത്തിലുമായിരുന്നു. നഷ്ടം വന്നപ്പോൾ നിരാശനായി 3 മാസം കൊണ്ട് കളി നിർത്തി. എന്നാൽ ട്രേഡർ ബി ചിന്തിച്ചത് വേറെ രീതിയിലായിരുന്നു. ഞാനൊരു പുതിയ പ്രൊഫഷൻ പഠിക്കുകയാണ് എന്നായിരുന്നു അയാളുടെ മൈൻഡ് സെറ്റ്. അയാൾ പ്രോസസ്സിലും അച്ചടക്കത്തിലുമാണ് ശ്രദ്ധിച്ചത്. ചിലപ്പോൾ 2 വർഷം എടുത്തിട്ടുണ്ടാവാം, പക്ഷെ അയാൾ സ്ഥിരമായി ലാഭമുണ്ടാക്കുന്ന ഒരു പ്രൊഫഷണലായി മാറി. ട്രേഡർ ബിയുടെ വിജയരഹസ്യം ഒന്നേ ഉള്ളൂ: അയാൾ മാർക്കറ്റിൽ പിടിച്ചുനിന്നു. കാരണം ട്രേഡിംഗിൽ പിടിച്ചു നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. ഇത് വെറുതെ പറയുന്നൊരു വാക്കല്ല. ഇതിനു പിന്നിൽ കൃത്യമായ കണക്കുകളുണ്ട്. എന്തുകൊണ്ടാണ് ദീർഘകാലം നിലനിൽക്കുന്നവർ അവസാനം വിജയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെന്റ് റൂൾ എടുക്കാം. 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ. അതായത്, ഒരു ട്രേഡിൽ നിങ്ങൾ 1000 രൂപ നഷ്ടപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ചുരുങ്ങിയത് 2000 രൂപ ലാഭമായിരിക്കണം. സിമ്പിളല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്ന കണക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ 10 ട്രേഡുകൾ എടുത്തു. അതിൽ 6 എണ്ണവും നഷ്ടമായി, വെറും 4 എണ്ണം മാത്രം വിജയിച്ചു. അതായത് നിങ്ങളുടെ വിൻ റേറ്റ് 40% മാത്രമാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു നഷ്ടക്കച്ചവടമായി തോന്നാം.
പക്ഷേ നമ്മുടെ 1:2 റിസ്ക് റിവാർഡ് കാരണം എന്ത് സംഭവിക്കുന്നു? ആ 4 വിജയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് 8,000 രൂപ കിട്ടുന്നു. 6 പരാജയങ്ങളിൽ നിന്ന് 6,000 രൂപ പോകുന്നു. അവസാനം നോക്കുമ്പോൾ എന്തായി? കൂടുതൽ ട്രേഡുകൾ തോറ്റിട്ടും നിങ്ങൾ 2,000 രൂപ ലാഭത്തിലാണ്. ഈയൊരു സിമ്പിൾ മാത്സ് മനസ്സിലാക്കാനും അവിടെ എത്താനുള്ള സമയം കൊടുക്കാനുമാണ് പലർക്കും പറ്റാതെ പോകുന്നത്. ഒരു പക്ഷേ ഈ മുഴുവൻ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ഇതാണ്. ആളുകൾ ട്രേഡിംഗ് നിർത്തുന്നത് അക്കൗണ്ടിലെ പണം തീർന്നിട്ട് മാത്രമില്ല, തുടർച്ചയായ നഷ്ടങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന മാനസികമായ തളർച്ച, ആത്മവിശ്വാസക്കുറവ്, സംശയങ്ങൾ, അതാണ് യഥാർത്ഥ വില്ലൻ. ഓരോ നഷ്ടം വരുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ആ ഒരു വൈകാരിക ഭാരം താങ്ങാൻ കഴിയാതെ വരുമ്പോഴാണ് പലരും നിർത്തിപ്പോകുന്നത്. ഇന്ന് വിജയിച്ചു നിൽക്കുന്ന ഏതൊരു പ്രൊഫഷണൽ ട്രേഡറെ എടുത്തു നോക്കിയാലും അവരെല്ലാം ഈ ഘട്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്. ആദ്യത്തെ ഘട്ടം തളർച്ചയുടേതാണ്, നഷ്ടങ്ങളും സ്വയം സംശയവും. പക്ഷേ അവരവിടെ നിർത്തിയില്ല. അവർ പിടിച്ചുനിന്നു, പഠനം തുടർന്നു. അങ്ങനെയാണ് അവർ സ്ഥിരത എന്ന അവസാന ഘട്ടത്തിലേക്കെത്തുന്നത്. അവർ തമ്മിലുള്ള വ്യത്യാസം ഒന്നേയുള്ളൂ: അവർ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തന്നെ മാറുകയാണ്. ട്രേഡിംഗ് എനിക്ക് പറ്റിയ പണിയാണോ, ഇത് വർക്കാവുമോ എന്നൊന്നും ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം ഇതാണ്: ഇത് വിജയിപ്പിക്കാൻ വേണ്ടത്ര സമയം ഈ കഴിയിൽ പിടിച്ചു നിൽക്കാൻ ഞാൻ തയ്യാറാണോ? കാരണം നിങ്ങൾ എത്രത്തോളം കാലം നിലനിൽക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ പഠിക്കും. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുവോ നിങ്ങളുടെ വിജയസാധ്യതയും അത്രത്തോളം കൂടും. അവസാനം തീരുമാനം നിങ്ങളുടേതാണ്.